അങ്ങനെ അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നഹാസ് നാസറാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ആഷിഖ് ഉസ്മാനാണ്. എഴുതിയിരിക്കുന്നത് തങ്കം, പിന്നെ ജിംഷി ഖാലിദാണ് ക്യാമറ, പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ, പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ JXP ജോയാണ് ഇതിൻ്റെ BGM. ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ മെയിൻ ആക്ടേഴ്സായിട്ടുള്ള ആസിഫ് അലിയും സുരാജ് ഏട്ടനുമാണ്. കാരണം ആദ്യം ഞാൻ സുരാജ് ഏട്ടനെ കുറിച്ച് പറയാം. ഒരു ഇടുക്കി ഭാഷ, കട്ടപ്പന ഭാഷ, ആ ഒരു സ്ലാങ് ഒരു വെഞ്ഞാറുമൂടുകാരൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമാണ്. നമ്മൾ എന്തൊക്കെ പറയുക, ആക്ടേഴ്സാണ്, അവർക്ക് അവരുടെ ക്യാരക്ടറിനനുസരിച്ച് മാറേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്ര നന്നായിട്ട് ഒരു കട്ടപ്പന സ്ലാങ് ഒരാൾ ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ബേസിക്കലി എനിക്ക് ചില സമയത്ത് മറ്റേ ഇടുക്കി ജാഫറിനേക്കാളൊക്കെ എത്രയോ മുകളിലാണോ ഇങ്ങനെ ചെയ്യണത്. കാരണം അങ്ങേർക്കാണെങ്കിൽ ഒരു സിനിമ, ഒരു മലയാള സാധനം കയറ്റും, പക്ഷേ ഇവിടെ പക്ക കട്ടപ്പനക്കാരൻ. അത് ഞാൻ ഇപ്പോൾ എൻ്റെയൊക്കെ അറിവിലുള്ള കുറേ ഇടുക്കിക്കാരുണ്ട്, അവരൊക്കെ സംസാരിക്കുന്ന അവരുടെ ബോഡി ലാംഗ്വേജ്, അത് സാധാരണക്കാരാണെങ്കിൽ അവർ യൂസ് ചെയ്യുന്നൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അവർ ആ കൈലിമുണ്ട് പിടിക്കുന്നത് വരെയുള്ളൊരു സംഭവമുണ്ട്. അത് ഭയങ്കര വൃത്തിയായിട്ട്, വൃത്തി എന്നല്ല, അതിഗംഭീരമായിട്ടാണ് ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് ഈ കള്ള് കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരാൾ എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ, അങ്ങനത്തെ ഒരു കള്ളുകുടിയൻ, ആ കള്ളുകുടിയനെ എന്ത് രസമായിട്ട് ചെയ്തു. കാരണം ഒരു കാരണവശാലും നമുക്കത് ഒരു സിനിമയിലെ ക്യാരക്ടറാണെന്ന് തോന്നില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരിൽ ഒരാളായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യണം. പിന്നെ ആസിഫ് അലി അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ്. നമ്മൾ അതായത് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നോട്ടൊരു സാധനം വിട്ടുകൊടുത്തിക്കുക. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ ആ പറവൂർ സ്ലാങ് പിടിച്ചിട്ട് അതും ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങേരാണ് ഫുൾ ഒരു ഡ്രങ്കൺ ആളായിട്ട് ഇങ്ങനെ എപ്പോഴും കാണിക്കുന്ന ഒരാൾ. അപ്പോൾ അത് ത്രൂ ഔട്ട് പിടിച്ചു പോകുക എന്ന് പറഞ്ഞത്, അത് സമ്മതിക്കണം, അത് കലക്കി. ആ സാധനം ഭയങ്കര എഫക്റ്റീവായിട്ടുണ്ട്. കാരണം ഒരു കോടീശ്വരനായ കുടിയൻ, അത് പക്കയായിരുന്നു പടത്തിൽ. പിന്നെ ഇതിൻ്റെ പല ഇമോഷണൽ ബാക്കപ്പ് പരിപാടികൾ, അതൊക്കെ രസമുണ്ടായത്. അപ്പോൾ സുരാജേട്ടൻ്റെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു നോർമൽ പരിപാടിയാണെങ്കിൽ, ഇപ്പുറത്ത് കുറച്ചും കൂടെ ഒരു ന്യൂജൻ ഫ്ലാഷ് കട്ട് സ്റ്റോറിയാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ അതൊക്കെ റിവീൽ ചെയ്യുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ചേഞ്ചുകൾ, ഓരോ, അതായത് ഇവർ കള്ളുടിച്ചൊക്കെ നടക്കുകയാണെങ്കിലും ഇപ്പോൾ നമുക്ക് അനുഭവമുണ്ട്. നമ്മളൊരു കള്ളുടിയൻ്റെ കൂടെ ഒരു കള്ളുടിക്കാത്ത ആൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൂപ്പിൽ നിന്ന് കയറിപ്പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും, അവർക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കള്ളുടിച്ചിട്ടില്ല, നമുക്ക് ആ ഒരു അവസ്ഥയല്ല ഒക്കെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവും. ഇത് സുരാജേട്ടൻ്റെ ക്യാരക്ടർ കള്ളുടിക്കുന്നുണ്ട്, പക്ഷെ അതല്ല. പക്ഷെ ആളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആൾക്ക് ഇങ്ങനെ കൂടെ നിൽക്കണം എന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു നിൽക്കുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് അഭിനയിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇതെങ്ങനെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതാണ്. അത്ര രസമായിട്ടാണ് സുരാജേട്ടൻ ഈ സിനിമ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞാൻ സുരാജേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആസിഫ് അലിനെ മാറ്റി പറയില്ല. ആസിഫ് അലി എന്ന് പറഞ്ഞ നടനെ ഈ പടത്തിൽ കണ്ടിട്ടില്ല. ആസിഫ് അലി എന്ന് പറഞ്ഞ നടനല്ല, ആസിഫ് അലി എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടില്ല. അത്ര ഗംഭീരമായിട്ടാണ് ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സിനിമ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചുള്ളത്. ഇതൊരു നല്ല കോമഡി, ഒരു എൻ്റർടൈനർ സിനിമയാണ് എന്ന് വെച്ച് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാനോ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. നമുക്കിങ്ങനെ കണ്ടിരിക്കാം, ഒരു ഫീൽ ഗുഡ് സാധനമാണ്. നമുക്കിങ്ങനെ അയ്യോ അതെന്ന് വെച്ചാൽ, കാരണം ഇവർ രണ്ടുമായിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയൊക്കെ ഭയങ്കര രസമാണ്. ഇവർ കള്ളു കുടിക്കുന്നത് ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ, ഇതും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ കള്ളുടിയന്മാരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ അത് വേറെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം മറ്റുള്ളവരുടെ പോലെ ഒന്നല്ല, അവർക്ക് പൈസയോ ഇതൊന്നുമല്ല അവർക്ക് വേണ്ടത്, അവർക്കിങ്ങനെ വൈബായിട്ട് നടക്കണം. അതാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ്. അപ്പോൾ നമ്മൾ പറയില്ലേ, വാൾ വെച്ചാൽ വരെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കൂടെ കള്ളുടിച്ചവനുണ്ടാവും. സത്യമാണ്, അത് അങ്ങനെ തന്നെയാണ്. അത് കള്ളുടിയന്മാർ ഗ്യാങ്ങിന് അതറിയാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കൊരു സ്നേഹബന്ധമുണ്ട്. ആ ഒരു ബന്ധം ഭയങ്കര വൃത്തിയിൽ കാണിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നു പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ശബ്ദം കൊണ്ട് വന്നു പോകണം, നമുക്കറിയാവുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ പടം വെച്ചിട്ട് ഈ പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. അത് മാത്രമല്ല, ഇതിലെനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിംഷി ഖാലിദ് എന്ന് പറഞ്ഞ ക്യാമറമാനാണ്. അത് മൂപ്പരുടെ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിലൊരു വൈഡ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളതാണ്. വൈറ്റിലൂടെ ഒരു വൈഡ് വെച്ചിട്ടുണ്ട്.
അത് ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഭംഗിയുള്ളൊരു വൈഡ്. കുറേ വൈഡൊക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷേ ഇത്രയും ഭംഗിയുള്ളൊരു വൈഡ് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ കുറേ ഷോട്ടുകളുണ്ട് ഇതിൽ, നല്ല നല്ല സാധനങ്ങൾ. പിന്നെ നല്ലൊരു ട്രാൻസിഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ബസ് വരുന്നതിന് നേരെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ട്രാൻസിഷൻ, അങ്ങനെ കുറച്ച് നല്ല രസമുള്ള പരിപാടികളുണ്ട്. അപ്പോൾ ടെക്നിക്കലി നോക്കിയാലും ഈ പടം ഭയങ്കര നീറ്റാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര കളറും പരിപാടി ഇട്ടിട്ട് അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര നീറ്റാണ് ഇത്. എന്നാൽ ഒരു കളർഫുൾ സിനിമയാണ്, ഒരു ഭയങ്കര വൈബ്രൻറ്റ് സിനിമയാണ് ഇത്. ഇതിങ്ങനെ ചാടിച്ചാടി നിൽക്കണം രണ്ടാളും കൂടെ. അത് ഭയങ്കര രസമുണ്ട്. എന്ന് വെച്ചാൽ ആസിഫ് അലി ഒരു കട്ട മുകളിലാണ് എപ്പോഴും. നമുക്ക് ഇടയ്ക്കൊക്കെ ഓവറാണോ എന്ന് തോന്നും, പക്ഷെ അത് അങ്ങനെയാണ്. ആ ക്യാരക്ടറിൻ്റെ ഒരു പിടുത്തം, ആ പിടുത്തം പിടിച്ചാലേ നടക്കുള്ളൂ. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് ഡൗണാവും, ഇടയ്ക്ക് പൊന്തും, അങ്ങനത്തെ. പക്ഷേ ഗംഭീരാന്നേ അത്. അഭിനയം നോക്കി നടക്കണ, അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറയുകയാണെങ്കിൽ ഈ സിനിമ മസ്റ്റ് കാണണം. കാരണം ഇത് ഇങ്ങനൊരു സാധനം കിട്ടാൻ എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കും. അത് ഇവർക്ക് കിട്ടി, അത് അവർ യൂസ് ചെയ്തു ഭയങ്കരമായിട്ട്. ആ ഒരു മൊത്തത്തിലുള്ളൊരു ഇവരെല്ലാവരും തമ്മിലുള്ളൊരു ബന്ധം, എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ക്രൂവും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. മ്യൂസിക് നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടതിൻ്റെ ബി ജി എം ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള സിനിമയാണ്. ഇതിൽ ഞാൻ പൊട്ടിച്ചിരിച്ച ഒരു 3 ഭാഗങ്ങളുണ്ട് സുരാജേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാമെന്നുള്ളൂ. പക്ഷേ നന്നായിട്ട് ചിരിച്ചത് ഈ 3 പല ആൾക്കാർക്കും പല പോലെയാണ്. ഇപ്പോൾ ചിലരൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചവരുണ്ട്. ചിലർ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്തത് സെക്കൻഡ് ഹാഫാണ്. ആ ഒരു കഥ പറച്ചിലും അതിൻ്റെ പരിപാടികളും കുറച്ചും കൂടെ റിലേറ്റബിളായിട്ട് പോയതും ഒക്കെ. പിന്നെ ടൈലൻഡിക്ക് എത്തുമ്പോഴുള്ള സുരാജേട്ടൻ്റെ ഒരു കിഡിലൻ സാധനമുണ്ട്. ടൈലൻഡിക്ക് എത്തുമ്പോൾ അത് കിഡിലനാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആസിഫ് അലിയുടെ ഒരു സാധനം കൂടെ ഉണ്ട്, അതിലാണ് ഈ പടം അവസാനിക്കണത്. അത് ഞാൻ അഭിനയമായിട്ടോ പറയണത്. അപ്പോൾ അത് കാണുക ഈ സിനിമ. എന്ന് വെച്ചാൽ ഓവർ എക്സ്പെക്റ്റേഷനൊന്നും പോയി കാണരുത്. ഇതൊരു നല്ലൊരു സിനിമ, ശനി ഞായറൊക്കെ പോയി കാണാം, അല്ലെങ്കിൽ വൈകുന്നേരം പോയി കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് അഡിയോസ് അമിഗോ.